എല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. അപ്പൊ മച്ചാന്മാരെ, നമ്മളുടെ ക്യാമ്പിംഗ് വീഡിയോയില് ഇന്ന് വെർഷൻ 2.0 അത് തന്നെ. അപ്പൊ മക്കളെ, നമ്മുടെ ക്യാമ്പിംഗ് വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ റിച്ച് ക്യാമ്പിങ്ങും പൂർ ക്യാമ്പിങ്ങും ചെയ്തായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ട് വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അതിനുള്ള പരിപാടിയാണ് ഇന്ന് നമ്മൾ സെറ്റ് ആക്കാൻ പോകുന്നത് അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇന്നത്തെ ക്യാമ്പിങ്ങിന് വേറൊരു പ്രത്യേകത ഉണ്ട്. അന്ന് നമ്മൾ കരയിലാണ് ക്യാമ്പ് ചെയ്തെങ്കിലും ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് പുഴയിലെ തോട്ടിൽ. അത് കൊള്ളാലോ. അപ്പൊ മക്കളെ, നമ്മളുടെ അന്നത്തെ പോലെ തന്നെ റെഡ് ടീമും ബ്ലൂ ടീമും ആണെന്നുള്ളത് നമ്മുടെ കയ്യിലെ കളക്കംകുട്ടന്മാരുണ്ട്. ഇതെന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പായി റെഡ് ടീമിൽ നിന്ന് ഞാൻ ക്ഷണിക്കുന്നു മിസ്റ്റർ ഭൗമികിരൺ ആൻഡ് എഡ്വിൻ. അങ്ങനെ ബ്ലൂ ടീമിൽ നിന്ന് ഞാൻ ക്ഷണിക്കുന്നു മിസ്റ്റർ കിരൺ NS ആൻഡ് അജു. അപ്പോ ഇന്നത്തെ ക്യാമ്പിങ് നമ്മൾ പുഴയിലാണെന്ന് പറഞ്ഞു. അപ്പൊ അത് തീരുമാനിക്കുന്നത്, അതായത് ഒരു ഐലൻഡ് ഇച്ചിരി റിച്ച് ഐലൻഡും ഒരു ഐലൻഡ് ഇച്ചിരി പൂർ ഐലൻഡും പിച്ച് ഐലൻഡുമാണ്. അപ്പോൾ അത് തീരുമാനിക്കുന്നത് നമ്മളല്ല, നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ജുറാസ് കുട്ടികളാണ്, ഡിനോസർ കുട്ടികളാണ്. അപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ഡിനോസർ കുട്ടി ചുവന്ന ഡിനോസർ കുട്ടിയാണ്. എന്റെ കയ്യിലിരിക്കുന്ന ഡിനോസർ കുട്ടി നീലയാണ്. അപ്പോ ഇവരാണ് തീരുമാനിക്കുന്നത് ആർക്കാണ് റിച്ച് ഐലൻഡ് കിട്ടാൻ പോകുന്നതെന്ന്. അതായത് നമ്മള് കുറച്ച് ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും അഴിച്ചു വിടും. ആരാദ്യം പോയി ചോറ് തിന്നുന്നോ ആ ടീമിന് റിച്ച് ഐലൻഡ് കിട്ടും, മറ്റേ ടീമിന് പിച്ച് ഐലൻഡും കിട്ടുന്നതായിരിക്കും. അപ്പൊ നമ്മളുടെ റെഡ് കളക്കം മത്സരിക്കുന്നു. ടീം റെഡിനായി. ടീം മൈക്കിനായിട്ട് അല്ല, ടീം ബ്ലൂവിനായിട്ട് മത്സരിക്കുന്നു. അപ്പൊ തുടങ്ങിയാലോ മക്കളെ? അപ്പൊ നമ്മുടെ മത്സരം തുടങ്ങാൻ പോവാണ്. ഞങ്ങളുടെ കളക്ക റെഡിയാണ്. ഞങ്ങളുടെ കളിക്കോ റെഡിയാണ്. ഓക്കെ, അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ചോറുണ്ട് കേട്ടാ. ഈ കാണുന്ന ചോറ് ആദ്യം ഏത് കളക്കം പോയി തിന്നുന്നോ ആ കളക്കത്തിന്റെ ടീമായിരിക്കും വിജയിക്കുന്നത്. ഓക്കെ, എടാ ചോറ് ഇട്ടോ. ഓക്കെ, അപ്പുറത്ത് നോക്കിക്കോട്ടെ. അതെ, ചോറ് അവിടെ ഇട്ടിട്ടുണ്ട്. റെഡി, 1 2 3 ഗോ. തിന്നെ പോ. ചെല്ല്. അയ്യോ നീ എന്തിനു കൊള്ളാടാ റെഡ്? അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് പിച്ച് ഐലൻഡ്, നമ്മ പിച്ച. അയ്യോ, കഴിച്ചോ. എന്തായാലും നീ ഞങ്ങളെ തോപ്പിച്ചതായാലും കുഴപ്പമില്ല. കഴിച്ചോ. അങ്ങനെ മനുഷ്യന്മാരെ നമുക്കുള്ള ടോസറെല്ലാം കഴിഞ്ഞു. അങ്ങനെ റെഡ് ടീമിന് കിട്ടിയിരിക്കുന്നത് പിച്ച് ഐലൻഡും അതുപോലെ ബ്ലൂ ടീമിന് കിട്ടിയിരിക്കുന്നത് അവർക്ക് റിച്ച് ഐലൻഡ് കിട്ടി, നമുക്ക് പിച്ച് ഐലൻഡും കിട്ടി. പക്ഷെ ഞങ്ങളുടെ കളക്കത്തിന് ഒരു അടി തെറ്റിപ്പോയതാണ് അല്ലേ? എന്നാലും കുഴപ്പമില്ല, ഞങ്ങളുടെ കളക്കത്തിന് ബുദ്ധി ഉണ്ട്. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ മക്കളെ. അപ്പൊ എന്തായാലും നമ്മുടെ ക്യാമ്പിംഗ് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ പോയാലോ നമ്മുടെ ഐലൻഡിലേക്ക്? അങ്ങനെ നമ്മുടെ ഐലൻഡിലേക്കുള്ള യാത്ര തുടങ്ങാൻ നേരായി. അപ്പോൾ ഇതാണ് നമ്മുടെ റിച്ച് ഐലൻഡും പൂർ ഐലൻഡും. റിച്ച് ഐലൻഡ് ഇച്ചിരി സെറ്റപ്പാണ്, പൂർ ഐലൻഡിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അവിടെ നമ്മൾ സർവൈവ് ചെയ്യണം. അപ്പോൾ രണ്ട് ടീമുകളും റെഡിയായി വഞ്ചിയിൽ കയറിയിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഐലൻഡിലേക്ക് നമ്മളുടെ റെഡ് ടീമും അതുപോലെ തന്നെ ബ്ലൂ ടീം എത്തിയേക്കാണ്. അപ്പോൾ ആദ്യം റിച്ച് കാശുള്ളവരുടെ ഐലൻഡിലേക്ക് അവരെല്ലാം നമ്മൾ ആദ്യം നമ്മുടെ പാവപ്പെട്ടവന്റെ ഐലൻഡിലേക്ക് പോവാണ്. നമ്മുടെ പാവപ്പെട്ടവന്റെ ഐലൻഡ് ഇടിക്കൂടാ. അപ്പൊ നമ്മളുടെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് ഇവരുടെ ഐലൻഡ് കിടക്കുന്നത്. അപ്പൊ നമ്മുടെ ഐലൻഡ് ആകെ കാട് കയറി മോശമായിട്ട് എടുക്കണത് അല്ലേടാ? പാമ്പുണ്ടാവും, പറയാൻ പറ്റൂല. അപ്പൊ എന്തായാലും നമ്മുടെ ഐലൻഡിൽ കയറിയിട്ട് കാണിച്ചു തരട്ടെ എന്താണ് ഐലൻഡിലെ അവസ്ഥ എന്ന്. ഓരോരുത്തരായിട്ട് കയറിക്കോ. കൗട്ട് കയറി. ഓ, അപ്പൊ നമ്മുടെ ഐലൻഡിലേക്ക് ഞങ്ങൾ കേറണേ. കേറിക്കോ. ഇപ്പൊ തന്നെ വഞ്ചി പൊന്തിട്ടാ ഞങ്ങൾ ഇറങ്ങിയപ്പോ തന്നെ. ഞങ്ങളുടെ ടീമിനാണെന്നോണ്ടാ വെയിറ്റ് കൂടുതല്. ഞങ്ങൾ ഇറങ്ങിയപ്പോ തന്നെ വഞ്ചിയൊക്കെ പൊന്തി തുടങ്ങി. ഒരു കാനന മൊത്തം ഉണ്ടല്ലോ. അങ്ങനെ നമ്മുടെ ഐലൻഡിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അടിപൊളി. ഇതേ കണ്ട, എടാ പാമ്പൊക്കെ ഉണ്ടാന്ന് നോക്കട്ടാ ഇതിന്റെ ഉള്ളില്. ഇനിയിപ്പോ നമ്മുടെ ബ്ലൂ ടീമിനെ അവരുടെ സ്വന്തം ഐലൻഡിലേക്ക് പറഞ്ഞു വിടുകയാണ്. പ്രവീണിന്റെ പരിപാടി ഒന്നും മോൺസ്റ്റർ ഇതൊക്കെ ഇട്ട. പ്രവീണ, ഇതില് മദ്യക്കുപ്പിയൊക്കെ ഉണ്ടല്ലോ, ബിയറും കുപ്പി. ഇതെങ്ങനെയാടാ ഈ ഐലൻഡില്? പ്രവീണിന്റെ വീടിന്റെ അടുത്താണ് ഈ ഐലൻഡ്. എങ്ങനെയാണാവോ? പ്രവീണ, നീ ഐലൻഡിൽ വരാറുണ്ടെന്നുള്ള കേട്ടത്. മൊത്തം കുപ്പികളൊക്കെ ഉണ്ടാ.
മൊത്തം കുപ്പി എന്താണ് ഇത്? മൊത്തം ചേമ്പ് കൃഷി അതിന്റെ ഉള്ളില്. അങ്ങനെ നമ്മുടെ ബ്ലൂ ടീം ഇപ്പൊ നമ്മുടെ അയലിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും കേറട്ടാ. എന്താടാ നമ്മ പ്രവേശിക്കാൻ പോണേ. എടാ കിര കേറ അജു കേറ. എടാ കേറ കിര കേറി ചാടി കേറ്. വഞ്ചിയൊക്കെ ഞാൻ കെട്ടിക്കോളാം. ഉള്ളി കയറി പോയെ പൊന്തിച്ചിട്ട് പറയാണ് സൗണ്ട് മിണ്ടായിക്കട്ടെ. പൊന്തിച്ചിട്ട് പറയാണ്. പറഞ്ഞോ. ആദ്യം നമ്മളെ കസാരിട്ട് സെറ്റ് ചെയ്ത് പെട്ടി അൺബോക്സ് ചെയ്യാൻ പോണ്. ഞങ്ങക്ക് ഒരു ചുവന്ന കളർ ടെന്റാ കിട്ടിയേക്കണം. ടെന്റ് തുറക്കട കസേര ഫ്രണ്ടിലിടല്ലേ. ഇതിനുള്ളിൽ കണ്ട ഫുള്ള് വലിപ്പം ക്ലീൻ ആണ്. 10 പേര് കിടക്കാം. 10 പേര് ക്ലീൻ ടെന്റ് എന്താണ് നോക്കണേ? സെറ്റപ്പ് ആണ്. നോക്കിയാ അടിപൊളി. നമ്മുടെ ടെന്റില് 2 കസാരയും ഒരു ടെന്റ്, രാത്രി കിടന്ന ഒരു ടെന്റും ഉണ്ട്. പിന്നെ വലിയ വഞ്ചി ഉണ്ട്. ഒരു വലിയ സ്വന്തമായ ഒരു വലിയ വഞ്ചി അവിടെ എന്തിട്ടാ? അതെ, അതിനുള്ളിൽ കുറെ ഉണ്ടാ കല്ലും മണ്ണുണ്ട്. അത് മാത്രല്ല കഴിക്കാനായിട്ട് അറിയേ എന്താണ്ടൊക്കെ തന്നിട്ടുണ്ടോ? മിസ്റ്ററി ബോക്സ്. മിസ്റ്ററി ബോക്സ് പൊട്ടിച്ചു നോക്കാം. മിസ്റ്റർ ബോസ് നോക്കി. ഡയറി മിൽക്ക്, പഴം, സ്കൂബ ഡൈവിങ്ങിനുള്ള സാധനമൊക്കെ ഉണ്ട്. അതിന്റെ ഗ്ലാസ് ഉടക്കി പൊടിയാണ്. സാധനങ്ങളൊക്കെ എടുത്താ തന്നേക്കണേ. ബക്കറ്റ് ഒക്കെ ഉണ്ട്. വെള്ളം. ഫസ്റ്റ് നമ്മ പഴം കഴിച്ച് തുടങ്ങിയാണ്. അങ്ങനെ ഞങ്ങൾ വന്ന ഉടനെ തന്നെ എനർജി പഴം കഴിക്കുകയാണ്. വന്ന വഴി നല്ലൊരു വിശ്രമമാണ്. ഐലൻഡിൽ വന്നിട്ട് നന്നായിട്ട് വിശ്രമിക്കാൻ പറ്റുന്നുണ്ട്. എടാ നിങ്ങക്ക് അങ്ങനെ നീങ്ങാൻ പറ്റും. എടാ നിങ്ങ ഒരുമിച്ച് സ്ഥലത്തേക്ക് വരാൻ പറ്റില്ല. നിങ്ങൾ താന്നോട് നിങ്ങ അന്ന് ഒരുമയോടെ നിക്ക്. അപ്പൊ നമ്മുടെ ഐലൻഡ് നോക്കിയ ഒരു രക്ഷയില്ല. അപ്പോൾ ചേമ്പല ഐലൻഡ്. ഇത് നിങ്ങൾ വിചാരിക്കും ഇവിടെ ചേമ്പ് കാട് പിടിച്ചാണെന്ന്. അല്ല, ഇത് നമ്മൾ കൃഷി ചെയ്തിട്ടുള്ള ചേമ്പാണ്. നോക്കി ഒരുപാട് ചേമ്പാണ്. അവിടെ നോക്കി മൊത്തം ആർട്ടിഫിഷ്യല് നോക്കണ്ട. ആർട്ടിഫിഷ്യല് മൊത്തം പ്ലാസ്റ്റിക്കിന്റെ ടെന്റും പ്ലാസ്റ്റിക്കിന്റെ പുല്ലും. ഞങ്ങളുടെ മൊത്തം നോക്കിയട നാച്ചുറല്, ഫുള്ള് നാച്ചുറല്. കണ്ട ദേടാ ആല എന്തുമാരോടത് ആലാണത്. അയ്യോ ചാറൊക്കെ ഉണ്ടല്ലോ. ഞങ്ങളുടെ ഐലൻഡില് വെറൈറ്റി സാധനങ്ങളാണ് മൊത്തം. എന്തൊരു സാധനം അത്? എന്തിട്ടാണ്? എന്തിന്റെ സാധനം അറിയോ? കണ്ടലിന്റെ ചെടിയാണത്. അടിപൊളി. എടാ ദേടാ അവരുടെ ഐലൻഡിൽ അവർക്ക് സ്വന്തമായിട്ട് വഞ്ചിയൊക്കെ ഇണ്ടാ. പക്ഷെ നമ്മുടെ ഐലൻഡ് ഈ പെട്ടി നിറയെ നമുക്കുള്ള സാധനങ്ങളാ. നമ്മുടെ ഐലൻഡ് താന്നുകൊണ്ടാ. അവിടെ താന്ന് വെള്ളം വേറെ എവിടെ കേറണ്ടാ. കോമളേക്കൊണ്ടാ. ഇവിടെ ചവിട്ടോടത്തൊക്കെ വെള്ളം. ദൈവമേ, ഈ കാട്ടീന്ന് അങ്ങോട്ട് കൂടെ അനങ്ങാൻ പറ്റുള്ളല്ലേ. വെള്ളം കയറടാ. എടാ ചവിട്ടി വെള്ളമൊക്കെ ഇടാ. അയ്യോ ഫുള്ള് വെള്ളം കയറി ഐലൻഡില്. എടാ ഞങ്ങൾ ഐലൻഡിൽ വെള്ളം കയറണ്ടേ. അപ്പൊ നമ്മുടെ ഐലൻഡില് നമുക്ക് ഇന്നത്തേക്ക് ഉള്ള സാധനങ്ങൾ ദേ ഈ കാണുന്ന പെട്ടിയിലാണ് ഇട്ടിരിക്കണേ. കാടൊക്കെ എടുത്ത് പറിച്ചളയല്ല. അത്രേ ഉള്ളൂ. ചേമ്പ് അടിക്കൂടെ വെള്ളം വരും. ചേമ്പ് പറിച്ചു കഴിഞ്ഞാൽ ശരിയാണല്ലേ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ചേമ്പും ചെടിയും ഒക്കെയാണ് ഇരിക്കണത്. നമുക്കിവിടെ കാട് ആദ്യം പറിച്ചളയാ. കണ്ടാ കൊലക്കാടാണല്ലടാ. കണ്ടാ നല്ല അടിപൊളി ചേമ്പ്. ഇത് എടുത്തു നോക്കിയാടാ. നമുക്ക് ഇത് പറ്റണേ നമുക്ക് കൂട്ടാൻ വെക്കാം. താള് കൂട്ടാൻ വെക്കാം. പിടിച്ച മോനെ ക്ലീൻ ആക്കിയിട്ടുള്ള കാര്യമുള്ളൂ. അയ്യോ അയ്യോ ഐലൻഡ് അല്ലേ പൊളിഞ്ഞു വന്നത്. ഐലൻഡ് പകുതി എടാ ഇത് കൊറേ ഊതാൻ കാര്യം ഉണ്ടാ. നോക്കിയടാ മാജിക് 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 മാജിക്. ഒരു മാജിക് കൂടി ഉണ്ട്. മാജിക് പൊളി 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 പൊളി. ഞങ്ങളുടെ ഊതാങ്കായ. എടാ പണ്ടുണ്ടായിരുന്ന പേരമരം ഇവിടെ കുത്തി വെച്ചാലോ. ശരിയല്ല മാറ്റി വെച്ചോ. അങ്ങനെ ഞങ്ങളെ ഫസ്റ്റത്തെ റോബസ്റ്റോടെ കഴിക്കാൻ വേണ്ട ഞങ്ങളുടെ ബക്കറ്റൊക്കെ ഇട്ടാ. അതന്നെ വേസ്റ്റിലാണ്ട് ഞങ്ങളെ ബക്കറ്റ് യൂസ് ചെയ്യാണ്. പഴത്തൊലി കിട്ടോ? പഴത്തൊലി തിന്നരുത്. അവിടെ എന്തോ കൊണക്ക കമ്പൊക്കെ എടുത്ത് ഇതാക്കണ്ട്. നമുക്ക് ഈ ഒരു ഐലൻഡിൽ നിന്ന് കിട്ടിയ കുപ്പിയാട്ടെ. നമ്മള് മദ്യപാനത്തിനൊന്നും പ്രോത്സാഹിപ്പിക്കാനുള്ള. പക്ഷെ പ്രവീൺ ഇടയ്ക്ക് ഐലൻഡിൽ മുമ്പ് പോയി വരാറുണ്ട്. അച്ചാറൂടി ഉണ്ടാന്ന് നോക്കിയാ മതിട്ടാ. ബാക്കിയൊക്കെ ആയിട്ടുണ്ട്. ഇതെന്ത് ചെടിയാണത്? അപ്പൊ നമ്മൾ അന്വേഷിച്ചിരുന്ന സാധനം കിട്ടിയിട്ടുണ്ട്. അച്ചാറിന്റെ കവർ. അപ്പൊ കൺഫേം ആയി പ്രവീണേ.
നിന്റെ ഇവിടേക്കുള്ള വരവ് ഞങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട് കേട്ടോ. അച്ചാറിന്റെ പാക്കറ്റ്, മദ്യക്കുപ്പി, വെള്ളം കുപ്പി. നമ്മുടെ ഐലൻഡ് വൃത്തിയാക്കാനായിട്ട് എന്തായാലും ഈ സാധനം മാറ്റിയേ പറ്റുള്ളൂ. എന്നാലും നമ്മളെ പെട്ടിയിൽ നിന്നിട്ട് നോക്കാം. പിടിക്കില്ല പഴം പഴം കഴിക്കാനോ ഞങ്ങളുടെയിലുണ്ട് പഴം, ഞങ്ങളുടെയിലും പഴം ഉണ്ടാ മോനെ. അപ്പൊ നമ്മുടെ ഉള്ള സാധനങ്ങള് ഇത് എയർ അടിക്കണ പമ്പ്, തീ കൂട്ടാനുള്ള സാധനങ്ങളുണ്ട്. വേറെ പല്ലേക്കല്ല, പൽപ്പൊടിയല്ലേ ഇത് സാധനം. അത് ആയുർവേദിക് ടൂത്ത് പേസ്റ്റ്, KP നമ്പൂതിരീസ് ആയുർവേദിക് പല്ലുപൊടി. ഇത് പക്ഷെ രാത്രി വട്ടുണ്ടാവുള്ളതുകൊണ്ടാ. ഇത് സോളാറിൽ ചാർജ് ചെയ്യണ സാധനം വേണ്ട. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സൂര്യപ്രകാശം ഉള്ളപ്പോ ചാർജ്. മാഗി ഒക്കെ ഉണ്ടോ? ബണ്ണുണ്ട്, മാഗി ഉണ്ട്, റോബസ്റ്റ് പഴം ഉണ്ട്, റോബസ്റ്റ് പഴം, മെഴുകുതിരി ഉണ്ട്. വെറൈറ്റി സാധനം ബോട്ടല്ലേ ഇത്. സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ മോനെ. ഇതേനാ അവർക്ക് വഞ്ചിയുള്ളപ്പോ നമുക്കുള്ളത് ഇടുക്കാച്ചി ബോട്ട്. നമുക്ക് കിട്ടിയ സാധനങ്ങൾ കാണിക്കാം. ബാക്കി എന്തൊക്കെ മര്യാദ നോക്കാം. ബാക്കി നോക്കാം. നമ്മുടെ കുക്ക് ചെയ്യാനുള്ള സെറ്റ് കിട്ടിയിട്ടുണ്ട്. അടുപ്പുണ്ട്, അടുപ്പ് കത്തിക്കാനുള്ള കുറ്റിയുണ്ട്, പിന്നെ പാത്രം, ക്യാരറ്റ്, മിഠായി ഒക്കെ ഉണ്ടല്ലോ. മിഠായി, പാത്രം ഉണ്ട്. ഈ കോടാലി എന്തിനാണ് കോടാലി? നമുക്ക് ഇതിനെ കോടാലി ആക്രമിക്കാൻ രാത്രി ചിലവന്മാരൊക്കെ വരും ഫുഡ് മോഷ്ടിക്കാൻ. ഇതിനൊക്കെ അമ്മാരിട്ട് വെട്ടാം. അതന്നെ കാണാട്ടാ. ഈ പരിസരം എനിക്ക് അപ്പൊ തന്നെ ഇതാക്കൂട്ടാ, അപ്പൊ തന്നെ ഓടിക്കും ഞങ്ങ. നീ ഇങ്ങടെ വരൂ, നീ ഇങ്ങടെ വരൂ. നീന്തറിയില്ലല്ലോ. നമുക്ക് ബാക്കി നോക്കാം. ബാക്കി എന്തൊക്കെയുണ്ട്? ബാക്കി വെള്ളത്തടിയുള്ള പോകുന്ന സാധനം ഇത് അതന്നെ. ടിഷ്യൂ പേപ്പർ, ആപ്പിള്, ടോർച്ച്, രാത്രിക്ക് ടോർച്ച്. ഇതൊക്കെ പൊളിച്ച് കാണിക്കാം. അതന്നെ. ബണ്ണുണ്ട്, ബണ്ണ്, ഫ്രിഡ്ജാണ് നമ്മുടെ. അതന്നെ. അപ്പൊ ഇതാണ് നമ്മുടെ ടെന്റ്. 2 കസേര ഉണ്ട്, പിന്നെ സ്വന്തമായിട്ടുള്ള ഒരു വഞ്ചി ഉണ്ട്. ഇനി ഉള്ളിലത്തെ സെറ്റപ്പ് കാണിച്ചാ. നമ്മുടെ അതിഭയങ്കരമായ കാറ്റടി നടന്നുകൊണ്ടിരിക്കുകയാണ്. വീർത്തൂരൂടെ വീർത്തൂര് എല്ലായിടത്തും തുറന്നു നടക്കണ്ട നോക്കി. ഇല്ല, അത് അതിൽ തുറന്നിട്ടൊന്നുമില്ല. ധൈര്യമായിട്ട് അടിച്ചോ. അയ്യോ, കാറ്റടിക്കുന്ന സാധനം എനിക്കറിയായിരുന്നു ആവേശം കണ്ടപ്പോഴേ. ഇത് സിമ്പിൾ ആയിട്ട് ഔട്ടാ. എടേ കാഭാഗം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടാ. എക്കറടിയാണ് ഇവിടെ. തങ്കപ്പാട് ഇവിടെ നടന്നിട്ട് അവര് ബോട്ടിന്റെ ഉള്ളിലേക്ക് കിടക്കാൻ പോണേ. അതല്ലേ, നിങ്ങ അവിടെ കിടക്കൂടാ. കിടക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാ? എന്തായാലും കാഴ്ച സുഖമായിട്ട് കാണാം. എന്റർടൈൻമെന്റ്, നല്ലൊരു എന്റർടൈൻമെന്റ്. ടീമിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു. അതന്നെ. ചൂണ്ടുണ്ട് നമ്മുടെ ചൂണ്ടിണ്ടാ? എടാ ചൂണ്ടിടാ അടുത്തുള്ളേ. അങ്ങനെ അവരുടെ ബോട്ട് സെറ്റ് ആയിക്കണ്ടാ. നമുക്ക് സ്വന്തമായിട്ട് വഞ്ചി ഉണ്ട്. അവർക്ക് ഒരു ബോട്ട് സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ബോട്ട് ഒരു ഇതൊന്നും അറിഞ്ഞോണ്ടിരിക്കുകയാണ്. പിള്ളേര് വയ്യണേടാ. എന്നിട്ടുള്ളവർ കൊടുക്കാൻ റോബസ്റ്റ് പഴം. പിള്ളേര് പാവങ്ങള് രക്ഷയില്ലടാ. നമ്മുടെ പിള്ളേര് ഭയങ്കര പണിയെടുക്കലാണ്. കഴിക്കി. ഇനി അടിച്ചോ. നമ്മൾ കയറിയിരിക്കുന്ന ഐലൻഡ് ഏകദേശം ഒരു 5 വർഷം പഴക്കമുള്ള ഐലൻഡ് ആയതുകൊണ്ട് തന്നെ ഇത് എപ്പോൾ വേണമെങ്കിലും മുങ്ങാന്നുള്ള കണ്ടീഷനിലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ബോട്ട് ആദ്യം തന്നെ റെഡി ആക്കി വെക്കുന്നത് അല്ലേ? എന്താ ഷൂന്ന് സൗണ്ട് കേൾക്കണേ? എവിടെ ലീക്ക് ഉണ്ടോ? എടാ ലീക്ക് ഉണ്ടെന്നോണ്. ഷൂന്ന് സൗണ്ട് കേൾക്കണ്. പറ്റിച്ചേ ഇല്ല. അങ്ങനെ നോക്ക് മക്കളെ, നമ്മുടെ വഞ്ചി സെറ്റ് ആയിട്ടിരിക്കുകയാണ്. കയാക്കിന്റെ ബോട്ട്. കമ്പി മൂടരുത്. നമ്മുടെ വഞ്ചി അവരെ അടിച്ചോണ്ട് പോകും. അല്ലെങ്കിൽ കെട്ടിട്ടോനെ കള്ളന്മാരാണ് അപ്പുറത്തെ ഐലൻഡിലുള്ളവര്. എങ്ങനെയൊക്കെ അടിച്ചു മാറ്റാൻ വിചാരിച്ചൊരു മൈൻഡിൽ ഒരാൾ അതിൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്. ഞാൻ കുറച്ച് കാണിച്ചു തരാട്ടാ. അല്ലടാ, അത് എല്ലാവരും അടിച്ചു പറ്റുള്ള മൈൻഡാണ്. ചൂണ്ടൊക്കെ ഉണ്ടല്ലോ. നേടോ മെഷീൻ ചൂണ്ടേ. മെഷീൻ ചൂണ്ടൊക്കെ അപ്പുറത്ത് നമുക്ക് നമ്മുടെ ഉണ്ടാവില്ല. നമ്മുടെ വലയുണ്ട്, വീശോലുണ്ട്. അതല്ല, അവർക്ക് മെഷീൻ ചൂണ്ട ഇടാനറിയില്ല.
ശരിയല്ല കൊറേ നേരമായില്ലടാ. എറിയാൻ കൊടുത്ത എടാ ദേ ഞങ്ങക്ക് ശരിയാക്കാനൊക്കെ അറിയാം. എടാ മാങ്ങ പറിക്കുന്ന സാധനമല്ല കിരം പിടിച്ചാകണ്ടറിയാ അവനറിയില്ല. അൺപ്രൊഫഷണൽ. എടാ നമുക്ക് ചൂണ്ടാ. എടാ ഞങ്ങൾക്ക് ചൂണ്ടിണ്ടാ. ഞങ്ങൾക്കുണ്ട് വടിച്ചൂണ്ട. എടാ ഇതിലെ നമ്മൾ കൊമ്പനെ പിടിക്കൂലേ? കൊമ്പനെ പിടിക്കും. നമ്മൾ കൊമ്പനെ പിടിക്കും. വടിച്ചൂണ്ടയില് കൊമ്പന. വടിച്ചൂണ്ടയിൽ ഞങ്ങൾ കൊമ്പനെ പിടിക്കും. കൊമ്പന് വലയുണ്ട്. ഞങ്ങളിത് ഇവിടെ ചൂണ്ട സെറ്റ് ചെയ്തോണ്ടിരിക്കണ്ട. ഈ കുളത്തേക്ക് കിട്ടാൻ ചാൻസ് കുറവല്ലേ? നമ്മ എവിടേക്ക് കാസ്റ്റ് ചെയ്യും? നീ ഞങ്ങൾ ചെറിയ അതന്നെ കറങ്ങണ നോക്കിയേ. ഞങ്ങൾ ജസ്റ്റ് എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രമാണ് ചൂണ്ടിരുന്നത്. This is for exercise. Full drum. ചൂണ്ടൊക്കെ ഉള്ളതായി. ഞാഞ്ഞൂള് ഡേ എരില്ലെന്നല്ലേ പ്രശ്നമുള്ളത്. ഞാഞ്ഞൂള് എന്ത് ഞാഞ്ഞൂടാ? തിളക്കമുള്ള സാധനം. കൊറേ നേരമായി അവിടെ ഡ്രമ്മിൽ എന്തോ 3 വട്ടോട്ട് നിക്കണ്ട്. അവരവിടെ കിടക്കുന്നത് ചെയ്യുന്ന ഒരു പിടുത്തം കിട്ടാനുള്ള എന്താ കാട്ടെ ഞാഞ്ഞുള്ള പിടിച്ച് തിന്നാനൊക്കെ പോയെന്ന് തോന്നുന്നുണ്ട്. കിര വല്ലതും കിട്ടണ്ടാ? ചൂണ്ടിട്ട് പഠിക്കാണ്. ഞങ്ങക്ക് ചൂണ്ടിടാൻ അറിയില്ല, അപ്പൊ ഞങ്ങൾ ഇത് ഇട്ട് പഠിക്കാണ്. ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ്. അതന്നെ ഞാനവിടെ റെസ്റ്റ് എടുക്കാണ്ടാ. അവിടെ ഞാഞ്ഞുള്ള പിടിച്ചോണ്ടിരിക്കണ്, ഇവിടെ മീനെ പിടിക്കണ്, അവിടെ ഞാഞ്ഞുള്ള പിടിക്കണ്. ഞാനവിടെ റെസ്റ്റ് എടുക്കാണ്ട. വന്ന വഴിക്ക് ഇത് കുറച്ച് ആപ്പിള്. എടാ ഒരു ആപ്പിൾ എടുത്തോട്ടെ. ഒരു ആപ്പിൾ കഴിക്കണ്ട. പഴം വേണോ? പഴം വേണ്ട. ഇപ്പൊ ആപ്പിള് മണ്ണിര ഞങ്ങൾ തരാലോ വേണമെങ്കിൽ. വേണ്ട വേണ്ട, ഞങ്ങക്ക് ആപ്പിളൊക്കെ ഉണ്ട്. ആപ്പിളൊക്കെ ഉണ്ട്. ഞങ്ങൾക്കൊന്നും വേണ്ട മണ്ണിരനാ. നിങ്ങൾ നിന്നോ. നിങ്ങൾ പതിയെ മണ്ണിരനെ കൊണ്ട് ചൂണ്ടൊക്കെ ഇട്ട് മീനൊക്കെ പിടിച്ചിരിക്കി. ഞങ്ങൾക്കൊന്ന് വിശ്രമിക്കട്ടെ. ഒരു ഉറക്കൊക്കെ കഴിഞ്ഞിട്ട് വരാം. അതന്നെ ഞങ്ങൾ ഒരു ഉറക്കൊക്കെ കഴിഞ്ഞിട്ട് വരാം. അപ്പൊ അവരപ്പോഴത്തേനും അവിടെ എന്തിട്ടാക്കുന്നു നോക്കിട്ട് വരാം. അത് നിനക്ക് വട്ടുണ്ടോ? ഇപ്പൊ മീൻ പിടിച്ചിട്ട് സാധനം നിർത്താ പോരെ? ഇടയ്ക്ക് ഇത് രണ്ടും കഴിക്കുക, അതും കഴിക്കുക, പിന്നെ ഇടയ്ക്ക് ഇതും കഴിക്കുക, പിന്നെ ഇതും കഴിക്കുക. ഒരു ദിവസമല്ലേ? അതന്നെ. ആ വേറൊരു സാധനം കാണിച്ചു തരാം. ടിഷ്യൂ ഞങ്ങക്ക് ചൂണ്ടിട നടുക്ക് കുഴിയുണ്ട്. വലിച്ചേ അടി പിടിച്ചോ. കഴിക്കാൻ വിടുന്നിട്ട്. എടാ കഴിച്ചോ. ഇഷ്ടംപോലെ സമയമുണ്ട്. അവിടെ ഒരു ഭയങ്കര പണി. നമ്മടെ കള്ളന്മാര് ഇവിടെ തട്ടാൻ പോണ വെള്ളത്തില്. നമ്മുടെ കാലൊക്കെ പൊളിഞ്ഞ്. അപ്പൊ നമ്മുടെ ഐലൻഡിലത്തെ പുല്ലൊക്കെ നമ്മള് കയറ്റി വിടാണ്. അയ്യോ ഇവിടുന്ന് കറങ്ങോ നീ? അങ്ങനത്തെ നമ്മുടെ ഐലൻഡിലെ വൃത്തിയാക്കൽ പരിപാടികളുടെ ഭാഗമായിട്ട് നമ്മുടെ പുല്ലൊക്കെ പറിച്ചത് കയറ്റി വിട്ടേക്കാണ്. എടിമോൻ അത് കൊണ്ടുപോയി കളഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് വരും. അവരുടെ വേസ്റ്റ് കൊണ്ട് കളയണ്ട. അപ്പൊ ചൂണ്ടിട്ടിട്ട് ടങ്കീസ് അവിടെ കുടുങ്ങിയിട്ട് അതെടുക്കാൻ പോയണ്ട ഞങ്ങള്. അതന്നെ ഈ കിരണാണ് ടങ്കീസ് കുടുക്കിയത്. അതന്നെ അതിനിടിച്ചിട്ടാ മീനെ പിടിച്ചേ. അവരുടെ സെറ്റപ്പ് നമുക്കൊന്ന് അടുത്ത് കണ്ടിട്ടോട്ടാ. അവരുടെ ഐലൻഡിൽ കയറിയാലല്ലേ കുഴപ്പം, വെള്ളത്തിൽ നോക്കാലോ. അതന്നെ നമ്മുടെ നോക്കിയ പടസാണ് ഇത്. നോക്കി എന്നിട്ട് കാടാ. എന്തിട്ട് കാടാ? അതെ രഹസ്യങ്ങൾ ചോർത്തും. ബോട്ട് എടുത്ത് നടക്കണ്ട. അതന്നെ ഞങ്ങൾക്ക് അറിയാലൊന്നും കേട്ടിട്ടില്ലല്ലോ. അതെ രഹസ്യങ്ങൾ ചോർത്തണമെന്നില്ല. ഞങ്ങൾ അടുത്തൊന്നും നോക്കുന്നുണ്ടാ. ജംഗിൾ സഫാരി നടത്തിയാലോ? അതന്നെ ഞങ്ങളൊന്ന് ജംഗിൾ സഫാരി കണ്ടിട്ട് വരാം. കിര വേണ്ട, കിരണോട് അവിടെ വെക്കട്ടെ. അല്ലെങ്കിലേ അപ്പൊ ഏകദേശം 1 മണിക്കൂറായി അപ്പുറത്ത് ചൂണ്ടിട്ട് മീൻ കിട്ടിയാടാ. 1 മണിക്കൂറായി അവിടെ ചൂണ്ടിട്ട് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ലട്ടാ. പാവ കൊറേ നേരം 100 പ്രാവശ്യം ഇട്ടിട്ടുണ്ടാവുക ചൂണ്ട. ഇതുവരെ ഒന്നും കിട്ടിയില്ല. അപ്പൊ നമ്മളത് ജംഗിൾ സഫാരിക്ക് വേണ്ട ഫിറ്റ്നസ് സ്പോട്ടിലേക്ക് പോയാണ്. എടാ ഇതിനുള്ളിൽ കൂടെ പോടാ, ഇതിനുള്ളിൽ കൂടെ പോ. അപ്പൊ നമ്മളത് ആമസോൺ പോലത്തെ കാടുകളിലേക്ക് വന്നേക്കണ്ട. മലമേലെ തിരിവെച്ച് പെരിയാറിൻ ചിരിതൂകും പെണ്ണല്ലോ ഇടുക്കി. അങ്ങനെ ഞങ്ങളിപ്പോ അതേ കാടിന്റെ ഉള്ളിലേക്ക് വന്നേക്കണ്ട. മുകളിൽ ഇഷ്ടം പോലെ കൊക്കുകളുണ്ട്. എവിടെ? ആ അതേടോ കൊക്കിന്റെ കൂട്. ആ അതെ കൂടുണ്ട്. കൊക്കും കുഞ്ഞും നമ്മുടെ ഗോപ്രോ കാരണം
സൂം ചെയ്യാൻ പറ്റില്ല. ഇഷ്ടം പോലെ കൂടെ കേട്ടാ. നല്ല സ്ഥലമാണ് കേട്ടാ. ഹിഡൻ പ്ലേസ് നല്ല ഇടയ്ക്ക് വരാറുണ്ട്. ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്. പക്ഷേ ഇന്ന് കണ്ടപ്പോൾ ഒരു പ്രത്യേകത ഒരു മുങ്ങി. അല്ല നമുക്ക് ഇങ്ങനെ ഇത്രയും വരാൻ പറ്റാറില്ല, വെള്ളം ഇത്രയും കയറാറില്ല. അങ്ങനെ ഞങ്ങളിത് തിരിച്ചിറങ്ങിയേക്കാണ് കേട്ടാ. നല്ല കിടിലൻ സ്ഥലത്ത് വന്നിട്ട് തിരിച്ചു വന്നേക്കാണ്. അങ്ങനെ ഞങ്ങളിത് ഇപ്പോൾ നമ്മുടെ ജംഗിൾ സഫാരി കഴിഞ്ഞത് പുറത്തേക്ക് ഇറങ്ങിയേക്കാണ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ടെൻറ്റിൽ പോയിട്ട് ഇത് കുക്ക് ചെയ്യണോ? അങ്ങനെ നമ്മുടെ ഐലൻഡ് ഒരു വിധം ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടാ. ഇനിയിപ്പോൾ നമ്മൾ ഷീറ്റ് വിരിക്കാൻ പോവാണ്. അപ്പോൾ നമ്മ പാവങ്ങൾ നമുക്ക് ടെൻ്റ് ഒന്നും ഇല്ലല്ലേ? നമുക്ക് ടർപ്പായ ടെൻ്റാണ്. അടുത്ത് കീറാൻ പറ്റില്ല, 2 പീസ് ആക്കാൻ പറ്റൂലേ? 2 പീസ് ആക്കിക്കോ. അപ്പോൾ ഇത് കണ്ട നമ്മള് കിടുക്കാച്ചി സാധനം ഉണ്ടാക്കാൻ പോകണം അല്ലേ? അവരുടെ എടാ എല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ട് അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ച് ഞങ്ങൾ ടെൻറ്റിലേക്ക് എത്തിക്കാൻ കേട്ടാ. ഇനി കുറച്ചേരം വിശ്രമം. അവിടെ കട്ടപ്പണിയിലാണ്. അതൊന്നിട്ട് കാണിക്കണം നിങ്ങൾ. എന്നിട്ടത് എടാ നിങ്ങളുടെ ഇത് കഴിഞ്ഞില്ലേ? കുറെ നേരമായല്ല ചെയ്യണ്. അധ്വാനിക്കണ 2 ഷീറ്റും കയറി 2 കമ്പും കുത്തിയൊക്കെ നിന്നിട്ടില്ല അധ്വാനം. ലോട്ട് ചോക്കപ്പായി കേട്ടാ. ഞങ്ങളുടെ ലോട്ട് ചോക്കപ്പായി ഉണ്ട്. ചോക്കപ്പായി ഭൗമിക്ക വേണോ? തരും. വേണ്ട അവിടെ 1 മണിക്കൂർ ചൂണ്ടിട്ടിട്ട് ഒന്നും കിട്ടിയില്ല. നമുക്ക് കിട്ടി പള്ളത്തി. നമ്മുടെ സ്റ്റോർ കീപ്പറിനെ ഏൽപ്പിക്കുകയാണ്. അത്രേ ഉള്ളൂ. കുളത്തിലിട് ഭൗമിക്കര, കുളത്തിലിട്. തിരിച്ചിട്ടോ എവിടെ പാട് വെച്ച് പറഞ്ഞ പിടിച്ചത് കുളത്തി കളന്നറാ. വല വീശി മീൻ പിടിക്കാടാ. ബാക്കില് ഭൗമിക്കിനെ ഇങ്ങനെയാണ് ബോട്ട് തിരിച്ചിട്ട് വെള്ളം അടിച്ചെടുക്ക്. ഓ ഇപ്പൊ കൊമ്പം വരും കേട്ടോ നമ്മുടെ അടുത്ത്. ഒന്നുമില്ലടാ. ഇപ്പൊ നമ്മളതേ മത്സ്യബന്ധനത്തിനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ. എല്ലാം നോക്കിക്കോ ഭൗമിക്കര. അപ്പൊ നമ്മള് നിന്നാർന്ന ഐലൻഡ് ഇല്ലേ, അത് ഒരു മെനകെട്ട ഐലൻഡാണ്. മൊത്തം ചെളി. അവരുള്ളപ്പോ പറയാൻ പറ്റൂല. ഫുള്ള് ചെളി, ചവിട്ടാൻ പറ്റൂല. വെള്ളവും കയറും. പിന്നെ പാറ്റ, ഞാഞ്ഞൂള്, ഉറുമ്പ്, പിന്നെ എട്ടുകാലി തുടങ്ങിയ എല്ലാ സാധനങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട്. പാമ്പ് മാത്രം ഇല്ലാണ്ടിരുന്നുള്ളൂ. അവരുള്ളപ്പോൾ ഇതൊന്നും പറയാൻ പറ്റൂല കേട്ടാ. അതുകൊണ്ടാണ് പറയണത്. ഒമ്മാതിരി ശോകബാലാവസ്ഥ അല്ലേ? പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമ്മവിടെ സെറ്റാക്കി എടുക്കും. സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ഇരിക്കാനും കിടക്കാനൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. മഴ പെയ്ത വൈബാണ്. ഒക്കെ ചെയ്യും, നനഞ്ഞ് ചെയ്യും. പിന്നെ കഴിക്കാനായിട്ട് ഇനി ആകെ 2 ബണ്ണും പഴവും 1 മാഗിയുണ്ട്. നമ്മൾ ടെന്റ് കത്തിക്കാനാടാ. കുഴപ്പമില്ല, നമുക്ക് മീനെ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ മാഗി ഉണ്ടാക്കാം. ഫിഷ് മാഗി അല്ലേ? ആദ്യം പരിപാടി എന്ന് വെച്ചാൽ മുട്ട പുഴുങ്ങല്. ഒരു 3 മുട്ട പുഴുങ്ങിയാൽ മതി. 3 മുട്ട പുഴുങ്ങണോ? 1.5 പോരെ? 1.5 മതി. ബാക്കി നമുക്ക് ബുൾസൈ അടിക്കാം, അല്ലെങ്കിൽ ഇത് വെറുതെ കൊത്തിപ്പൊരിക്കാം. നമ്മ മുട്ട പൊട്ടിച്ചിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ട്. അപ്പൊ നമ്മുടെ ഷെഫ് കിരണാണ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ഞാൻ മുട്ട പൊട്ടിക്കും. എന്നിട്ട് മുട്ട പുഴുകും. മുട്ട ബാക്കി അറേഞ്ച്മെന്റ് നമ്മുടെ സാൻഡ്വിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരോട് മീൻ പിടിക്കാൻ പോയിരിക്കുകയാണ്. ചീസല്ല, മയോണൈസ് വെച്ചിട്ട് നമുക്ക് മുട്ട തേച്ചിട്ട് നമുക്ക് തിന്നാം. അപ്പൊ നമ്മുടെ ഷെഫ് കിരണാണ് മുട്ട സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത്. സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ട് നല്ലൊരു പിടി പിടിച്ചിട്ട് കഴിക്കും ഞങ്ങൾ. അത് കുറച്ചേരം കിടന്ന് ഉറങ്ങാൻ, എന്നിട്ട് രാത്രി വീണ്ടും ഫുഡ് ഉണ്ടാക്കാം. അതന്നെ, രാത്രി വീണ്ടും നമുക്ക് ഇപ്പിയ മാഗിയ എന്ത് പണി വെച്ചാൽ നമുക്ക് രാത്രി ഫുഡ് ഉണ്ടാക്കി കഴിക്കാം. ഇടയ്ക്കിടയ്ക്ക് നാവിനെ പതറിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് പതറുള്ളേ? യെസ്. ചീസിനെ വെച്ചിട്ട് ഒരു തക്കാളി തന്നെ മുകളിൽ വെച്ചിട്ട് കോഴിമുട്ട ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അതിന്റെ മുകളിൽ വേറെ മയണൈസ് അയച്ച പണ്ടെടുത്ത് ഇങ്ങനെ വെച്ചിട്ട്. അയ്യോ, തെന്നിപ്പോയില്ല. അതിന് മറ്റേ സ്റ്റിക്കൊക്കെ എടുത്ത് കുത്തിക്കണം. നമ്മൾ സ്റ്റിക്കൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇങ്ങനെ കഴിക്കുന്നു. റെഡി പോളി സാധനം അല്ലേ? നമ്മുടെ ചീസും മയോണൈസും മുട്ടയുള്ളതുകൊണ്ട് നമ്മുടെ
സാൻഡ്വിച്ച് അടിപൊളിയുണ്ട്. ഇത്തിരി വെള്ളം കുടിക്ക് ഇറങ്ങട്ടെ. ഒരു 10 കിട്ടിയാൽ ഒരു കരിമീൻ കിട്ടിയാൽ മതി. ആ കരിമീൻ ഒരായിട്ട് കറക്റ്റാണ്. തിരിച്ചു കയറി ഭാഗ്യം. ഫസ്റ്റ് എയ്ഡ് ഉണ്ടാ ചോദിക്കാം അവരോട്. കണ്ടിട്ടില്ല കിട്ടില്ല ഒന്നും പറ്റില്ല. അത്രേ ഉള്ളൂ. നിക്കണത് ഡേഞ്ചറാ തോന്നുന്നുണ്ട്. അമ്മ വീണ് നമ്മളെ സാൻഡ്വിച്ച് കട്ടുണ്ടോ ഇട്ടത് കള്ളന്മാര്. ഇറക്കിയിട്ട് പറ. കട്ടുണ്ടോ വീണ് ആക്കിയോണ്ട് പറയല്ല. ഒരു എക്സ്പ്രഷൻ ഇല്ലാതിരിക്കണേ വയറിട്ടെ. കണ്ടു നിറഞ്ഞ് നല്ല സാൻഡ്വിച്ച് അയച്ചട്ടെ. ഇനി വന്നാ ഞങ്ങൾ കുന്ന വെച്ച് ഇല്ല എക്സ്പ്ലോർ പൊട്ടിക്കാം നമുക്ക്. രണ്ടാമത്തെ സാൻഡ്വിച്ച് നല്ല ടേസ്റ്റ്. കൈ വെച്ച് പറിക്കുന്നത് എക്സ്പ്രഷൻസ് കിട്ടും. പൊളി സ്ഥലം അല്ലേ? കൊമ്പ് നിറച്ച കൊമ്പ് പാമ്പുണ്ടാവുന്നാവോ? എന്റെ ഉള്ളിൽ ഒളിച്ചിരുന്നാല ഫുഡ് ഉണ്ടാക്കുന്നത് കഴിച്ചോണ്ടിരിക്കുക. എവിടെ? ഞാൻ കണ്ടില്ല. എവിടെ? നിക്കട്ടാ, അത് കടിക്കോ? കടിക്കും. ഇറങ്ങിയൊക്കെ തോന്നുന്നുണ്ട്. കണ്ണില് സാധനം. വെള്ളത്തിൽ പോയാ കിട്ടൂല മോനെ. സത്യപോയി കിട്ടൂല. കമ്പിന്റെ ഇടയിൽ തന്നെ പിടിച്ചിരിക്കായിരുന്നു പുള്ളി. നോക്കട്ടെ, ആ കൈ ഇറക്കി കഴിഞ്ഞാൽ പെടും. നീ കരിമീനും വേണ്ട, ഒരു കുന്തവും വേണ്ട. വിടുമോനെ. വടി വിടല്ല. ഇന്ന് ചാകരയാണ്. ചാകര കടപ്പുറത്ത് മീനില്ല. ചാകര 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 കിട്ടി മോനെ. ഇന്നത്തേക്കുള്ള സാധനം കിട്ടിയടാ. നല്ലത് ഒളിച്ച് ഭാഗ്യത്തിന് അതിന്റെ കളർ കാരണം കണ്ടതാ. ഈ വെള്ളത്തിന്റെ ഈ ഓളം കണ്ടില്ലേ? അപ്പൊ പുള്ളി അങ്ങോട്ട് പതുങ്ങി തോന്നുന്നു. കണ്ടത് മോനെ പൊളി. അപ്പൊ അടുത്ത് നമ്മൾ ഇനി ബൂസ്റ്റ് ചായ കുടിക്കാൻ വേണ്ട കിരണിന്റെ സ്പെഷ്യൽ ഷെഫ് കിരണിന്റെ സ്പെഷ്യൽ ബൂസ്റ്റ് ചായ. പാലൊഴിച്ച് പാലിയെ തിളച്ച് പാലാച്ചല ക്യാൻറ്റീൻ്റെ ഓഫ് ചെയ്തോ? പുസ്റ്റിന്റെ പരിപാടി വെക്കാം. അല്ല ഒരുമിച്ച് ഇത് തന്നെ കളിക്കാലോ എല്ലാരും. സെറ്റൊക്കെ മറ്റോ അടിക്കുന്നത്. ബൂസ്റ്റ് ഓരോന്നായിട്ട് പൊട്ടിച്ചിടാം. എന്താ ഭായി ഹെലികോപ്റ്റർ ഒക്കെ പോണേ? നോക്കിയിരുന്നോ അടിപൊളി കാപ്പി. കാപ്പി അല്ല ബൂസ്റ്റ്. അവൻ ഒറ്റക്കായിട്ട് പോയി പാവം നിക്കാൻ നോക്കിയ എന്തിട്ട് ഒഴിക്കണോ? വഞ്ചേരി ശരിയാ. നല്ല നല്ല ബൂസ്റ്റ് ഇട്ടാ. ദേടാ കീര എന്റെ കയ്യില് മസില് തേടോ. ജിമ്മി പോണേക്കാൾ കൂടുതൽ എന്റെ ഉണ്ടല്ലോ. നോക്കിയാ ട്രൈസ് പ്രൈസ് അല്ല പറ്റോണ്ടിരിക്കണേ. എവിടെ പോയി? മീൻ പിടിക്കാൻ പോയി. മീനായിട്ട് വന്നോട്ടാ. 10 കിലോ പോയിട്ട് കുറെ നേരമില്ല. നമ്മ എന്തൊക്കെ കഴിച്ചേ? നമ്മ എഗ് സാൻഡ്വിച്ച് കഴിച്ച്. കണ്ട അവരെന്നെ പറഞ്ഞ ഞങ്ങളും കഴിച്ചു. എവിടെ നിന്ന് കഴിച്ച്? നമ്മുടെ കൈയിട്ട് വാരിക്കൊണ്ട്. അതേ വന്നുണ്ടല്ലോ. നാരങ്ങ 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 പാല ഞാനാരും ആവില്ലെന്ന് പറഞ്ഞവനാരാ.
ഞണ്ട് ഞണ്ട് എടാ ഞണ്ട് ഞണ്ട് നിങ്ങ അവിടെ എന്തെങ്ങാണ്ട് കൂടെ പൊപ്പിക്കുന്നത് കണ്ട് നമ്മുടെ കയ്യിൽ ഞണ്ട് നമ്മുടെ കയ്യിൽ ഞണ്ട് 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 ഓ കലിപ്പ് ഞണ്ട് അയ്യോ മലത്തിയിട്ട് ഞങ്ങള് ഞണ്ടിനാ ആ അവിടെ അടങ്ങി ഒതുങ്ങിയിരുന്നോളൂ കേട്ടാ അതന്നെ കുറച്ചു നേരം അതിന്റെ ഉള്ളിൽ ഇരുന്നോണം. ഓക്കെ, നമുക്കത് വേവിക്കാനായിട്ട് പാത്രം വേണം. എടാ ഞങ്ങൾക്കൊരു പാത്രം തരാം വലുത്. ഞണ്ടിന്റെ ഒരു കാല് തരാം. പാത്രം കിട്ടിയില്ല. പാലിവെള്ളത്തിൽ കിട്ടി. ഇതേ മഴ പെയ്തു തുടങ്ങി. പ്രതീക്ഷമായിട്ട് ഇവിടെ മഴ പെയ്തോണ്ടിരിക്കാണ്ടാ. അതന്നെ ഞങ്ങളുടെ കൂട്ടിനകത്ത് കയറി. അതന്നെ അപ്രതീക്ഷിതമായിട്ട് ഇവിടെ മഴ പെയ്തോണ്ടിരിക്കാണ്. കോടയൊന്നും കൊടുക്കണ്ട. അതന്നെ അപ്പുറത്താണെങ്കിൽ ഇതേ അവര് ടെന്റിലൊക്കെ കേറി. പക്ഷെ നമുക്ക് കൊണ്ട് ടെന്റ്, പക്ഷെ നമ്മുടെ ഫുഡ് കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കണുള്ളൂ. ഏതാ ഉള്ളിൽ കയറിക്കോ, മഴ തന്നെയണ്ട. പോയി പോയി നിന്റെ കാല് വിട്ടില്ല, അവിടെ ചവിട്ടില്ലേ. കൈ പൊള്ളി എങ്ങനെ ഞാൻ പോവുകയാണ്. പോളി പോളി നീ ഇങ്ങോട്ട് കയറിയിരിക്കും, സൈഡിലേക്ക് ഇരിക്കും. നമുക്ക് മഴ ഒന്നും പ്രശ്നമല്ല. നമ്മളിത് അടുപ്പ് ഇതിന്റെ ഉള്ളിലേക്ക് ആക്കി കുക്ക് ചെയ്യാൻ വെച്ചേക്കാണ്. അവിടെ ടെന്റ് ചോരണ്ടാ. നമ്മളുടെ ഷീറ്റിനുള്ളിൽ ചോർച്ചില്ല, അവിടെ ടെന്റ് ചോരണ്. അയ്യോ അയ്യോ പെട്ടി പെട്ടി. അങ്ങനെ മക്കളെ നല്ല മഴ പെയ്തൊക്കെയാണ്. വൈകിട്ട് ഇപ്പൊ ഏകദേശം ഒരു 7 മണിയായിട്ടുണ്ടാവും. അപ്പൊ നമ്മളുടെ കിരൺ മോൻ ബോട്ടിൽ കറങ്ങി നടക്കാണ്. അപ്പുറത്ത് നോക്ക് ടെന്റൊക്കെ പൂട്ടി അതിന്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ഇവിടെ ഫുള്ള് മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ കാണാൻ പറ്റി വൈബ്. ഇതൊക്കെ ഇവിടെ നോക്കിയ നമ്മുടെ ഞണ്ടൂട്ടനാണെങ്കിൽ ഇവിടെ കുക്കായിക്കൊണ്ടിരിക്കുകയാണ്, തിളച്ചോണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സ് കൊണ്ടല്ലേടാ മഴ, അമ്മാതിരി മഴയും കാറ്റുവാണേ. ഓക്കെ, അപ്പൊ നമ്മുടെ ഞണ്ട് ഇവിടെ അടിപൊളി ഞണ്ട് കൊട്ടെ. ഫണ്ടാസ്റ്റിക്. എന്താ ടെന്റൊക്കെ അടച്ചിട്ട് പരിപാടിയേ? ഒച്ചനക്കൊന്നുമില്ല. നമ്മുടെ ഞണ്ട് ഇങ്ങനെ ഇടയ്ക്ക് നമ്മൾ എടുത്തിട്ട് തിരിച്ചൊക്കെ ഇട്ട് വേവിച്ചെടുക്കാം. നല്ല മണം വന്നിട്ട് നോക്കി, കളർ നോക്കി, ചോന്ന് സുന്ദര കുട്ടപ്പനായിട്ട് നമ്മുടെ ഞണ്ട്. ഞണ്ട് വെള്ള ഞണ്ട് തോട്ടിലോടി നടന്ന ഞണ്ട്, ഇപ്പൊ ചട്ടില ഞണ്ട്, അപ്പുഴുങ്ങണ ഞണ്ട്. ഞണ്ട് വേണ്ട, ഞണ്ട് വേണ്ട, ഞണ്ട് വേണ്ട, ഞണ്ട് വേണ്ട.
പുറത്തേക്ക് വാ ഇതൊക്കെ കൊണ്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്ര നല്ല മഴ ഉണ്ടായിട്ട് അടച്ചു പൂട്ടിട്ട് അങ്ങനെ നമ്മുടെ ഞണ്ടൊക്കെ നല്ല രീതിക്ക് കുക്കായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാട്ടാ. ഇനി ഒന്ന് തണുത്ത് വരട്ടെ. നല്ല കിടുക്കാച്ചി ഞണ്ട് എങ്ങനെ കഴിക്കണമെന്ന് കാട്ടിത്തരാം. അങ്ങനെ സമയം രാത്രി ഇരുട്ടിയിട്ടാ. ഇനിയിപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണ്. മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. നമുക്കപ്പോൾ വെട്ടത്തിന് നമ്മൾ പാവപ്പെട്ടു. നമുക്ക് തിരിയാന്ന് പറ്റിച്ച്. പിന്നെ ചെറിയ ലൈറ്റ് അവർ കാണാണ്ട് നമ്മൾ അടിച്ചു മാറ്റിയായിരുന്നു. ടടാൻ കണ്ട ഇതാണ് പറയണത്. ഇടയ്ക്ക് നമ്മൾ അടിച്ചു മാറ്റാനും പഠിക്കണമെന്ന്. അപ്പോൾ നമുക്ക് ചെറിയൊരു വെട്ടത്തിന് സാധനം കിട്ടിയിട്ടുണ്ട്. അയ്യോ വെട്ടുപോയോ? പിന്നെ ഞങ്ങളിൽ വേറെ സാധനം ഉണ്ട്, ദീപശിക. ഏത് പാത്രം? ഇത് വരൂല. എന്താണ് ഇട്ടവിടെ നോക്ക് ടെന്റ് നോക്ക്. കളർഫുള്ളേ. അങ്ങനെ സമയം രാത്രി ആയിരിക്കുകയാണ്. ഇനിയിപ്പോ നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് പാത്രം അപ്പുറത്ത് ഞണ്ടിനെ ചൂടാനും അതന്നെ അവന്മാര് കൊണ്ടുപോയിട്ട് തന്നിട്ടില്ലട്ടാ. അവന്മാര് ഞണ്ടിനെ കുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇത്രയായിട്ട് ഞണ്ടിന് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടില്ലെന്നുകൊണ്ട് എന്ത് ഞണ്ടെന്ന് പറഞ്ഞു മുടിയെത്തും. അപ്പഴേ പറഞ്ഞല്ലോ കൊടുക്കണ്ടെന്ന്. അതന്നെ ഞങ്ങ പോണ്. ടെന്റ് കത്തിക്കട്ടെ. അവര് ടെന്റ് കത്തിയിട്ട് നമുക്ക് അപ്പൊ കുക്ക് ചെയ്യാം. നമുക്കുള്ള സാധനം വെച്ച് നമ്മൾ ചെയ്യും. കുക്ക് ചെയ്യാം. അതന്നെ അപ്പൊ നമ്മുടെ വെട്ടത്തിനും വെളിച്ചത്തിനും വേണ്ടിയിട്ടുള്ള തിരി കുത്തിവെക്കാണ് അല്ല. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ വെട്ടമുണ്ട് കേട്ടോ. സെറ്റ് സാധനം ആംബിയൻസ് ലൈറ്റ് ആണ് ഞങ്ങളുടെ മെയിൻ. അപ്പൊ അതെ നമ്മുടെ വിളക്ക് കൊളുത്തൽ ചടങ്ങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളിത് നമ്മുടെ ഞണ്ടുകൂട്ടനെ കഴിക്കാനുള്ളത് നോക്കിയേ. നല്ല അടിപൊളി ഞണ്ടിനെ കഴിക്കാൻ പോവാണ്. തിരി കൊളുത്തി കഴിഞ്ഞാൽ അപ്പം ഞണ്ടിനെ കഴിക്കുകയാണ്. ആംബിയൻസ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. നല്ല പിന്നെ ആംബിയൻസ് ആണ് മെയിൻ. അതും പുഴയുടെ നടുക്ക്. ഈ വട്ടം വന്നാലേ അത് കാണാൻ ഭംഗിയുള്ളൂ. അങ്ങനെ നമ്മുടെ സെറ്റപ്പുകളൊക്കെ റെഡിയാക്കി. ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഐലൻഡ് വേറെ ലെവലായി കണ്ട. നോക്കിയേ അവിടെ നോക്കിയാൽ ഒന്നുമില്ല, എന്തോ ഒരു സൂര്യപ്രകാശം മാത്രം. എന്തായാലും നമ്മുടെ അതിവിശിഷ്ടവും ടേസ്റ്റിയുമായിട്ടുള്ള ഞണ്ട് കഴിക്കാനുള്ള നേരായിക്കാണ്. ചൂടാറി ചൂടാറി ചൂടാറി. അപ്പൊ നമ്മുടെ ഞണ്ടിന്റെ ചൂടല്ല മോനെ ഒടിച്ചെടുക്കുന്ന ഒരു കാല്. ജ്യൂസ് ജ്യൂസ് ജ്യൂസ്. ഇത് മൊത്തം ഭൗമിക്ക് മോന്. അതിൻ്റെ ഉള്ള ഇറച്ചിയുണ്ട്. നിക്കടാ നോക്കിയേ ഞണ്ടിൻ്റെ ഇറച്ചി. നല്ല സുണ്ടരാ. ആയി അതിൻ്റെ ഉള്ളിൽ വേറെ ഇറച്ചിയുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി നൂഡിൽസ് വിത്ത് ഒരു സൂപ്പൊക്കെ വെച്ചിട്ട് പെശക സാധനം ഉണ്ടാക്കാൻ പോകുമ്പോ അതന്നെ നമ്മ നൂഡിൽസ് ഉണ്ടാക്കാൻ പോവാണ്. ഒരു പെശക സാധനം. ഇപ്പൊ നമുക്ക് അവര് പാത്രം തന്നില്ല, അതുകൊണ്ട് നമ്മ പാത്രത്തിൽ സെറ്റ് ആക്കും. അതന്നെ നമുക്ക് വെള്ളം തിളച്ച് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഞങ്ങളുടെ മാഗി ഇവിടെ റെഡി. നമുക്ക് സൂപ്പ് കൂടി ഉണ്ടാക്കണം. അതന്നെ കണ്ട മാഗി റെഡി. അപ്പൊ നമ്മുടെ നൂഡിൽസ് റെഡി ഉണ്ട്. നമ്മൾ സൂപ്പ് സെറ്റ് ചെയ്യാൻ പോവാ. അങ്ങനെ നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. എടാ എന്തായി നിങ്ങളുടെ അവിടെ ഒന്നും ആയില്ലേ? പാത്രം തരാ. എടാ നമ്മള് ഭക്ഷണം കഴി കഴിഞ്ഞു. ഇനി ഞങ്ങക്ക് ഉറങ്ങാനുള്ള നേരായി. നോക്കിയേ ഈ പൂജ്യം കൂടി ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കിടന്ന് ഉറങ്ങിയാണ്. നമുക്ക് ഊതിക്കെടുത്ത വേടാ കെടുക്കുക. നമുക്ക് ഉറങ്ങാം. ഈ ടെന്റില് രണ്ടുപേരും പിന്നെ ബോട്ടില് ഒരാളും. അതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ അവസ്ഥ. മഴ പെയ്താലും ഇല്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ കൊടിയിട്ട് മൂടും അല്ലേ? അയ്യോ പോയേ വെള്ളത്തിൽ പോയി. കൊടിയിട്ട് മൂടിക്കോ. അപ്പൊ നമ്മുടെ ഭൗമിക്കിനെ കൂട്ടി കയറ്റി കിടത്തി ഉറക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മളും കിടന്നുറങ്ങല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ ശരി കിടത്തണോ? നിന്ന് കത്തട്ടെ. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബൈ ബൈ. ലൈറ്റ് ഓഫ് ചെയ്തോ? ലൈറ്റ് ഓഫ് ഞങ്ങൾക്ക് ഉറങ്ങണം. അപ്പൊ നമ്മള്
ഉറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പൊ ഇനി ഇത് വെട്ടൊക്കെ ഓഫ് ചെയ്ത് കിടന്ന് ഉറങ്ങാനുള്ള പരിപാടിയാണ് മോനെ. അപ്പൊ തിരിയൊക്കെ കെടുത്തി നമ്മളിനി ഉറങ്ങാൻ പോവാണ്. പാടം മതി 2 തിരി കിടന്നോട്ടല്ലോ അവന്മാരെ ഒന്നും തിരി കടിച്ചുണ്ടു. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ ബൈ, നാളെ കാണാം. ഗുഡ് നൈറ്റ്, ബൈ ബൈ. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. നിങ്ങൾ ഇറങ്ങിക്കോ. ഞങ്ങൾ തിന്നിട്ട് പതുക്കെ രാത്രി കാഴ്ചകളൊക്കെ കണ്ടിട്ട് സൂപ്പ് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇത് മല്ലേന ഉറങ്ങി. നമുക്ക് സൂപ്പർ ടേസ്റ്റ് സൂപ്പർ സാധനം. അപ്പൊ നമുക്ക് ഇത് ചെയ്യണ്ട, പ്ലേറ്റിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. സൂപ്പ് പോലത്തെ സൂപ്പ് പോലത്തെ സൂപ്പർ സൂപ്പ്. ഉറങ്ങാൻ അടയ്ക്കാൻ പോണ രാത്രി കക്കാൻ പോണ സൂപ്പിന്റെ മണം കേട്ടിട്ട് സൂപ്പൊന്നുമില്ല പൊക്കോ. നൂഡിൽസ് ഒന്നുമില്ല പൊക്കോ പൊക്കോ. പോയി കിടക്ക് പോ 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 പോ. എടാ പോടാ, നിനക്ക് പോ 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 പോ. മിക്സ് ചെയ്തിട്ട് ഒരു സാധനം ഞാൻ ഉണ്ടാക്കി പറയില്ല കഴിച്ച സാധനം. വണ്ടി വീണ്ടും വന്നിട്ടുണ്ടല്ലോ. സൂപ്പർ. അവരുടെ ടീമില് എല്ലാവരും ഇറങ്ങിയപ്പോ ഒരുത്തം വന്നിട്ടുണ്ട് രാത്രി സൂപ്പും ചോദിച്ചോണ്ട്. അപ്പൊ നമ്മുടെ ടീമില് ആൾക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. മറ്റേ പോർക്കിനെ കാണാനില്ലല്ലോ. എന്തിലും വെള്ളച്ചിലും ശുഭരാത്രി, ശുഭനിദ്ര. പോയി നാളെ വരാം. അപ്പൊ ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മള് ഉത്തരവാദിത്തമുള്ളവരാണ്. കാലത്ത് തന്നെ എനിക്ക് നമ്മൾ ഇനി എന്തുട്ടാ ചായ വെക്കാൻ പോണ. ചായപ്പൊടി ഉണ്ടാ? ചായപ്പൊടി ഒന്നും ഇല്ല നമുക്ക്. മാഗി ഉണ്ട്. ഇന്നലെ ഞണ്ടിനെ വെച്ച പാത്രം ഉണ്ടായി. ഇതിലാണ് നമ്മൾ മാഗീനെ വെക്കാൻ പോണത്. രാത്രി നീർക്കാക്ക് എന്തിട്ടെങ്കിലും വന്നാ അവിടെ ഞണ്ടിന്റെ തോടും ഇതൊക്കെ കിടക്കണ നോക്കി. അതിൻ്റെ ഉള്ളിൽ എനിട്ടുണ്ടെന്ന് കുണുകുണു ശബ്ദങ്ങളൊക്കെ കേട്ടു തുടങ്ങി. അവിടെ നിന്ന് എടാ നമ്മുടെ പകുതി കിടക്കണ നോക്കി. അവിടെ വിളിക്കണോ? അത് തുഴഞ്ഞു പോയതാണ്, ഒഴുകി പോയതാണെന്ന് പറഞ്ഞൂടാ. അവിടെ പോയി കിടക്കണ്ട്. എനിക്ക് അറിഞ്ഞൂടാ കാലത്ത് തന്നെ എന്തിനു പോയാണെന്ന്. വഞ്ചെടുത്ത് തുഴഞ്ഞു പോയതാണ്. എന്താ പരിപാടി? കാലത്ത് തന്നെ കാട്ടിലൊക്കെ പോയിട്ട് വരുന്നുണ്ടല്ലോ. കാലത്ത് ഞങ്ങൾ എനിറ്റപ്പോ വഞ്ചി കുറ്റിക്കാട്ടില് എന്താ സംഭവം എന്ന് പറഞ്ഞൂടാ അല്ലേ? കെട്ടഴിഞ്ഞു പോയതാണോ അതോ പ്രഭാത കൃത്യങ്ങൾ നിർവഹിക്കാൻ പോയതാണോ എന്ന് അറിഞ്ഞൂടാ. അപ്പൊ മച്ചാമാരെ, ഇന്നലത്തെ അതിവിദഗ്ധമായ ഒരു രാത്രി നല്ല മോശമായിട്ട് കിടന്നുറങ്ങാൻ പറ്റി. ഉറങ്ങാൻ പറ്റിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പറയണ്ട, ഉറങ്ങാനൊന്നും പറ്റിയില്ല. ആകെ ശോകമായിരുന്നു. കിടന്നിട്ട് മൂടൊക്കെ നനഞ്ഞിട്ട് ആകെ കിടക്കാനൊന്നും പറ്റണ്ടായില്ല. പിന്നെയും ചിരി കൂടി സുഖമായിരുന്നത് അവനാണ്. കോട്ടയൊക്കെ വെച്ച് മറച്ച്. പക്ഷെ അവരോട് പറയാൻ പറ്റൂലല്ലോ നമ്മ ഉറങ്ങിയില്ലെന്ന്. സെറ്റപ്പില് അവരുടെ ചോർച്ചയുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളില് മൊത്തം ചെളിയായി. ഞാൻ പറഞ്ഞ് ഉറങ്ങിയതല്ല, എന്തോ പരിപാടിക്ക് പോയതാണെന്ന്. ഗുഡ് മോർണിംഗ്. അപ്പൊ സമയം രാവിലെ എത്ര കണ്ടായിട്ടുണ്ട്. അപ്പൊ രാവിലെ ഞാൻ കാലത്തിന് എഴുന്നേറ്റ് ഇവന്മാരിലെ കിരണം ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അജു എന്തിട്ടാ അത് എനിക്കടാ അജു നേരം വെളുത്ത് എനിക്ക് ചവിട്ടണ എനിക്കടാ കിര എനിക്ക് എടാ എനിക്ക് ഇരിക്കി നേരം വെളുത്ത് കിരണ എനിക്ക് നീടെ ഉറക്കപ്പിച്ച് അജു എനിക്കടാ ചായ കിരൺ ചായ ഉണ്ടാക്കി തരും. ഉണ്ടാക്കൂലേ? ആ ശരിയാണ്. പല്ലേക്ക് എടാ പേസ്റ്റ് ബ്രഷൊക്കെ എടുക്കടാ. പിള്ളേരുടെ ബ്രഷും ഉണ്ട്. മൂന്നെണ്ണം വേണ്ടേ? പുറത്ത് അവസ്ഥ നോക്കിയേ. പുറത്ത് നോക്കട്ടെ. തേടു അതന്നെ.
അപ്പൊ രാവിലെ കൊട തുളച്ചേക്കണേ നീ ഇന്നലെ എന്തിട്ടൊക്കെ ചെയ്തേ? അവിടെ പോയേക്കായിരുന്നു കൊട വരെ കൊടക്കി തോളിട്ടേക്ക് കൊടക്കി തോളിട്ടേക്ക് കുറച്ച് ബസ് മതിട്ടാ. എനിക്കും കുറച്ച് മതി. അസൂയുണ്ടോ? സാരില്ല മോൻ പല്ലേക്കടാ. അതിരാവിലെ പല്ലേക്കണത് നല്ല കുട്ടികളുടെ ശീലമാണ്. ഇത് വെച്ച് പല്ലേക്കാ ടേസ്റ്റൊക്കെ മാറി മൊത്തത്തില്. ഭൗമിക്കിന്റെ തല തുപ്പിയാലാ പല്ല് വെളുത്ത്. എപ്പിക്ക് വേണ്ടിയുള്ള മത്സരം പല്ലേച്ച് പ്രവീൺ പല്ലേച്ച് കഴിഞ്ഞാൽ അപ്പം ആരംഭിക്കുന്നതാണ്. നനഞ്ഞാലും കുഴപ്പമില്ല, തിന്നാൻ വേണ്ടേ. അപ്പൊ നമ്മൾ മത്സരം തുടങ്ങാനായിട്ട് പോവാണ്. മത്സരത്തിന്റെ നിബന്ധന ഇത്രേ ഉള്ളൂ. ഈ ഒരു കുപ്പി ഭൗമിക്ക് എവിടെ കൊണ്ടുപോയിടുന്നോ അവിടെ നിന്ന് 2 ടീമിലെയും ഒരാള് ചാടിയിട്ട് എടുക്കണം. ആർക്ക് ആദ്യം കിട്ടുന്നോ അവർക്ക് നിങ്ങളുടെ കയ്യിലുള്ള എപ്പി സ്വന്തം. ഓക്കെ, എറിഞ്ഞ് സ്റ്റാർട്ട് പറയുമ്പോ എടുക്കണം. റെഡി? 1 2 3 സ്റ്റാർട്ട്. അത് പോയടാ. പോയി. കരയേണ്ടത് ചാവോള് ഭൗമിക്കനെ ചാവോള്. നമ്മുടെ ബാഗിയാണ് പോണേ. നമ്മുടെ ബാഗ് അറ്റാക്കായി അറ്റാക്കായി മാഗി വേണം. മാഗി ഞങ്ങൾ പോടാ. നിങ്ങളുടെ മാഗി നമ്മുടെ ബാഗ് പ്രവീൺചേട്ടൻ വന്നേ. പ്രവീൺചേട്ടൻ വന്നേ. ജിയോചേട്ടൻ പ്രവീൺചേട്ടൻ ഇടിച്ചടി 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 ഇടിച്ചടി. അറ്റാക്ക് 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 അറ്റാക്ക്. മറിച്ചിട്ടോ മറിച്ചിട്ടോ. കമാൺ കമാൺ. അപ്പൊ നമ്മളുടെ അടുത്ത പരിപാടിയായ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. എന്നിട്ടാ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ ചീഫ് കുക്ക് നമ്മുടെ സ്വന്തം എഡ്വിൻ മോനാണ്. അപ്പൊ സ്വാദിഷ്ടമായ എപ്പി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഐലൻഡില്. അവര് പൊടിച്ചിടാൻ പാടില്ല ഇപ്പി. അപ്പൊ കാലത്ത് തന്നെ എന്തിട്ടത് പാൽപ്പൊടി വിത്ത് ചായ. വെള്ളമില്ല, തീർന്ന് ഞങ്ങൾക്ക് ഇനി ആകെ ഇത്തിരിയുള്ളൂ. വെള്ളം തരൂല വെള്ളം പിന്നെ തരൂല. ഞാൻ കുപ്പി തന്ന്. ഇവിടെ സ്വാദിഷ്ടമായ കാപ്പി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടാ വെള്ളം ചൂടായിട്ടാ? തരില്ല തരില്ല. തരില്ല. കാണിക്കാനുള്ളതാ. അങ്ങനെ നമ്മുടെ കോഫി റെഡി ആയിട്ടാ. ഷെഫ് കിരൺ ഉണ്ടാക്കിയ കോഫി കുടിക്കാം. നിക്ക് ആ ചൂടുവെള്ളം ഇവിടെ തിളപ്പിച്ചിട്ടുണ്ട്. നേരെ അങ്ങോട്ട് ഒഴിക്കും. അവിടെ സ്വാദില്ലാത്ത എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭൗമിക്കിനോട് അങ്ങോട്ട് കയറല്ലേ എന്ന് പറയണം. വെള്ളം പറ്റണ്ട. സ്പൂൺ തരോടാ. ഒരു സ്പൂൺ തരോ? ഇളക്കാനൊന്നുമില്ല. വേണ്ട. ചായ തല വീഴും ചായ തല വീഴും ചായ തല വീഴും. ചായ തല വീഴൂട്ടാ. ഒഴിക്കട്ടെ കുറച്ച്. പോ പോ എന്നിട്ട് നിക്കണേ. നിങ്ങളുടെ അതിൽ പോ. ഞങ്ങളുടെ ടെന്റ് പൊളിച്ച് കാപ്പിയില്ല. കാപ്പി അവനോട് ചോദിക്കുക. അവനാണ് വെള്ളത്തിൽ മൂത്രം ഒഴിച്ച് കളഞ്ഞത്. വെള്ളത്തിന് മൂത്തൊഴിച്ചളഞ്ഞ എന്ത് ചെയ്യാ മോനെ? തരാ തരാ തരാ. നിങ്ങൾക്ക് തരാൻ വന്നതാ. കുടിച്ചോളാ. കാപ്പി പിടിച്ചോ കാപ്പി പിടിച്ചോ. വായുടെ ബാക്കില് നീ എന്തിനൂടെ പോന്നിട്ട് ഇവിടെ നിൽക്കണ അവിടെ നിങ്ങൾക്ക് അവിടെ തിന്നാണ്ടല്ലോ. പോയടാ. ഞങ്ങൾ കോഫി കൊടുത്തിട്ട് അവർക്ക് എടാ സന്തോഷായില്ലേ കോഫി ഇട്ടിട്ട്? ടെന്റ് പൊളിച്ചിട്ട് നമ്മ ഇത്തിരി കാപ്പി കൊടുത്തു. അതന്നെ ടെന്നൊക്കെ നശിപ്പിച്ച് ആ ഭൗമിക്കണ് ആന പോലെ വന്ന്. അങ്ങനെ നമ്മുടെ മാഗി ഇപ്പിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. അവർക്കില്ലല്ലോ ഒന്നും. നിങ്ങൾക്ക് ഉണ്ടത്? ആ സമ്മതിച്ച് അവർക്കുണ്ട്. അപ്പൊ നമ്മ കൊടുത്തതല്ലേ. ആ അങ്ങനെ നമ്മുടെ അല്ല ഇവിടെ അടിച്ചു മാറ്റിയല്ലേ ഒരു അതന്നെ. ഞങ്ങളുടെ അല്ലെങ്കിൽ രണ്ടും മിക്സ് ചെയ്തിട്ടുണ്ടാ. ഞങ്ങൾ സുഖമായിട്ട് ഇവിടെ ഇരിക്കുന്നു. നിങ്ങൾ അവിടെ വെള്ളത്തിൽ നിൽക്കുന്നു.
സുഖമായിട്ടിരിക്കുന്നു. എവിടെ വെള്ളത്തിൽ നിൽക്കണത് തൂറാനാ. എങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അജു കഴിക്കും മോൻ കഴിക്കാനുള്ള ഞാൻ കഴിക്കാം നമ്മുടെ കഴിച്ചു കഴിഞ്ഞില്ലേ അവര് പ്ലാൻ ചെയ്യണമെങ്കിൽ നമുക്ക് പ്ലാൻ കഴിക്കാം കഴിക്കാം ആ കഴിക്കാം. ആ വിരലിട്ടിളക്കും. ഇരിക്കി ഇരിക്കി കാണണോല എപ്പിനോട് ഷെഫ് എഡ്വിൻ താങ്ക് യു. സൂപ്പർ വിത്ത് കാപ്പി. കാപ്പി ഓമിക്കര കഴുകിയ മാതിരിയാക്കിയ പാത്രം ക്ലീനർ ക്ലീൻ ചെയ്ത് കരിഞ്ഞു ഇടയ്ക്ക് നമുക്ക് കൈകളൊക്കെ പോകണം. നമുക്ക് നീന്തി കളിച്ചിട്ടൊക്കെ പോവാ. അങ്ങനെ വെച്ചാൽ പറയാതെ നമ്മുടെ ഫുഡ് ഇടിയൊക്കെ കഴിഞ്ഞു. നമ്മളുടെ അതിവിജയകരമായി ക്യാമ്പിംഗ് അവസാനിപ്പിക്കാനുള്ള നേരമായിക്കാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അയ്യോ എന്തത് കുപ്പിയൊക്കെ പൊന്തിയൊന്ന് ചെറുതായിട്ട് നമ്മുടെ ഐലൻഡിൽ ചെറുതായിട്ട് വെള്ളം നമ്മൾ ഒരു സൈഡിൽ മാത്രമായിട്ട് നിൽക്കുമ്പോൾ ഇച്ചിരി കുളം വെള്ളം കയറുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ക്യാമ്പിങ് അടിപൊളിയായിരുന്നു. അപ്പൊ ബ്ലൂ ടീം പെട്ടിയും പ്രമാണൊക്കെ എടുത്ത് പോകാനുള്ള പരിപാടിയാണ് പാവങ്ങള്. ശോകം അത് തന്നെ എന്തിട്ടല്ലേ ഇനി പെട്ടി ഒതുക്കണം, ടെന്റ് ചുരുട്ടണം, നമുക്കൊന്നും നോക്കാല്ല. ഓക്കെ ഇത് ഷീറ്റ് ഇങ്ങനെ പൊക്കി അങ്ങനെ എടുക്കും, നേരെ പെട്ടിയിലിടും, നമ്മൾ പോകും, അത്രേ ഉള്ളൂ. അപ്പോ ഓക്കെ 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 അപ്പൊ നമ്മളിത് ഇവിടെ ഒന്നും ഇല്ലാത്തവരായിട്ടും നമുക്ക് നമ്മുടെ നിലനിൽപ്പ് അത്യാവശ്യമായിരുന്നു. അതിജീവിച്ചു. പിന്നെ അഡാപ്റ്റ് ചെയ്യും നമ്മൾ. അതാണ് ഞങ്ങളുടെ പ്രത്യേകത, ഞങ്ങൾക്ക് അഡാപ്റ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ ഇനി നമ്മള് വേസ്റ്റ് വെള്ളത്തിൽ കളഞ്ഞ ഞങ്ങൾക്ക് പെട്ടിയിലാക്കിയേക്കാം. അല്ല പിന്നെ ഞങ്ങളിലെല്ലാം നമ്മള് പോവാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ ക്യാമ്പിങ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് നമ്മ അവസാനിപ്പിക്കുകയാണ്. നമ്മ എല്ലാം പാക്ക് ചെയ്ത് പോവാണ്. കിര എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ക്യാമ്പിങ്? നമ്മുടെ ടെന്റ് കുടിച്ച് നശിപ്പിച്ച് ആനക്കരിമ്പങ്ങാട്ടി കയറി ആ സാധനം വന്ന് കയറി കീറി ഇവിടെ കമ്പി കൊടിഞ്ഞിട്ടുണ്ട്. അതന്നെ ടെന്റൊക്കെ നശിപ്പിച്ച് അലമ്പാക്കി. ഇങ്ങനെയുണ്ട് ആൾക്കാര്. അതന്നെ നമ്മ ന്യൂഡിൽസ് കൊടുത്ത് അതന്നെ അതന്നെ എല്ലാം കൊടുത്ത് ടെന്റ് നശിപ്പിച്ച് എന്നിട്ട് എല്ലാം നശിപ്പിച്ച്. പക്ഷെ സാരമില്ല, വളരെ വിജയകരമായിട്ട് ഇവിടുത്തെ ക്യാമ്പിങ് ചോദിച്ചെങ്കിൽ നമ്മ പിച്ചായിട്ട് കൊടുത്തായിരുന്നു. അതന്നെ ടെന്റ് വരെ അവർക്ക് കൊടുത്തേ. അതന്നെ ടെന്റ് വരെ കൊടുത്തരാ. മര്യാദക്ക് ചോദിച്ചിരുന്നെങ്കിൽ വഞ്ചി വരെ തന്നേരാ. നിങ്ങൾ ചോദിച്ചില്ല, വന്നു കേറി എടുത്തു. അതുകൊണ്ടാണ്. അപ്പൊ ഇവിടുത്തെ ക്യാമ്പിങ് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. അപ്പൊ ടാറ്റാ ബൈ ബൈ, സീ യു. പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടേ എടാ നൈസായിട്ടേ മനസ്സിലാക്കി ഞാൻ വഞ്ചിയായിട്ട് അങ്ങനെ സാധനങ്ങൾ നോക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റൂല. എല്ലാരും കയറ്റി വഞ്ചി വെച്ച് ഞാൻ വഞ്ചി സേഫ് ആണ്. നിങ്ങൾ മുക്കിയിട്ട് വേണോ കൗട്ടിക്കാണോ ഭൂമിക്ക വേണോ? അവസാനിപ്പിക്കില്ലല്ലോ. നമ്മുടെ ഇത്ര സെറ്റപ്പ് ഒരു അലമ്പാക്കിയതുകൊണ്ട് വെറുതെ അവസാനിപ്പിക്കില്ലല്ലോ. നിങ്ങൾക്കൊരു ഉപദേശം തരാം. ഒരു കാര്യത്തും ഇയാളെ എതിർത്ത് നിക്കാൻ പോകരുത് സാർ. എങ്ങോട്ട് പങ്കാളിയും കളക്കടിക്കും. മുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താലും ഈ ടെന്റ് മുങ്ങില്ല. നോക്കിയടാ, രണ്ട് കുരുക്കടക്കളോ മുക്കാനായിട്ട്. എടാ നോക്കിയടാ, നോക്ക് ടെന്റ് മുക്കാൻ വന്നേക്കണത്. നമ്മുടെ ടെന്റ് മുക്കാൻ വന്നേക്കണത്. അവര് മുക്കല് മാത്രമുള്ളൂ, മുങ്ങണില്ല. അയ്യോ, അപ്പൊ നമ്മുടെ ടെന്റ് മുക്കാനായിട്ട് മുക്കിക്കൊണ്ടിരിക്കുന്ന ടെന്റ് മുക്കാൻ വന്നേക്കണ രണ്ടുപേരെ നോക്കി. ടെന്റ് മുക്കാൻ വന്നേക്കണേ. അയ്യേ, എന്താടാ ടെന്റ് മുക്കാൻ വന്നേക്കണേ. അയ്യോ അയ്യോ.
ചമ്മി 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 ചേടാ ഭയങ്കര കാര്യത്തിൽ റിവൈൻഡ് ചെയ്യാനൊക്കെ വന്നാടാ ചേടാ. അയ്യോ ഇപ്പഴത്തേക്കുന്നോ അയ്യോ നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് ആവാ വിൽക്കരാ മുക്കാൻ പറ്റുന്നവര് നോക്കാം. അതന്നെ അഴിഞ്ഞുപോയ കുപ്പിയൊക്കെ എടുത്തിട്ടോട്ടാ അല്ലേ. അപ്പൊ നമ്മളുടെ ഐലൻഡ് അവര് വന്ന് നാശകോശമാക്കി പോയി. അപ്പൊ മച്ചാമാരെ ഇതേ നമ്മളുടെ ഇന്നത്തെ ക്യാമ്പിങ് അവസാനിപ്പിക്കാനുള്ള നേരായിക്കണം അല്ലേ. അപ്പൊ എന്തായാലും നമുക്കിവിടെ അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് അന്നത്തിന് മുട്ടുണ്ടായിരുന്നില്ല, അവരാസ്വദിച്ചില്ല. എല്ലാം കഴിക്കാനും നമുക്ക് എല്ലാം കഴിക്കാനും കിട്ടി. നമ്മൾ എൻജോയ് ചെയ്തു. അവരുടെ നമുക്കറിയില്ല എന്താണെന്ന് പാവങ്ങൾ അല്ലെ. ശോകയായി. പക്ഷെ നമ്മള് നിലനിൽപ്പിന് വേണ്ടിട്ട് ഇച്ചിരി ഭക്ഷണം അവിടെ നിന്ന് എടുത്തു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അവര് എന്നിട്ട് പക്ഷെ അവര് റിവെഞ്ച് ചെയ്യാൻ വന്നത് നമ്മളുടെ ടെന്റ് മൊത്തത്തില് നശിപ്പിച്ച് ഇവിടെ നാശകോശമാക്കി. ആകെ കണ്ട നമ്മ അങ്ങനെയൊന്നും ചെയ്തില്ല. നമ്മ ഇച്ചിരിക്കോളം ഭക്ഷണം ചോദിച്ചു, അപ്പൊ കിട്ടാതെ ഇപ്പൊ പിള്ളേര് നമ്മളെ കുഞ്ഞുമക്കൾക്ക് വിശക്കും, വയറ് വിശക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മ പോയിട്ട് വിട്ട് ഏജന്റിനെ വിട്ടവറിന് കൊടുത്ത്. പക്ഷെ അതിന് ഇത്രയ്ക്ക് അവര് എന്താ പറയാ ചെയ്ത് അതല്ലേ മനസ്സിൽ അതല്ലേ ഭക്ഷണത്തിന് വേണ്ടിയാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മള് ചെയ്തത്. എന്നിട്ട് നമ്മളുടെ ടെന്റ് ഒക്കെ വന്ന് പൊളിച്ച് ഐലൻഡ് മുക്കാൻ നോക്കി. പക്ഷെ നമ്മുടെ ഐലൻഡ് അവർക്ക് മുക്കാൻ പറ്റിയില്ല കേട്ടോ. അത് വേറെ കാര്യം. അത് തോറ്റുപോയി. തിരിച്ചുപോയി. ഇപ്പൊ ഞങ്ങളുടെ ഐലൻഡിൽ നിന്ന് പൊളിച്ച കുപ്പിയൊക്കെ പറക്കിയെടുക്കണ്ട്. നല്ല കാര്യം. അപ്പോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അത്രേ ഉള്ളൂ. ടെന്റ് മുക്കാൻ വന്ന മണ്ടന്മാർ, ടെന്റ് മുക്കാൻ വന്നവർ നിങ്ങളെ നശിപ്പിച്ചേ. ഐലൻഡിൽ നിന്നും യാത്ര തിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ വിഷമതകൾ കണ്ട് നമ്മളെ അടിച്ചു മാറ്റി എക്സ്പ്ലോറിന്റെ ബോട്ട് അവര് തിരിച്ചു തന്നിട്ടാ. അപ്പൊ ഞാനാ നീ ഇങ്ങോട്ട് കയറിക്കടാ. പോട്ടെ 3 7 വഞ്ചിയിൽ കയറിയിട്ടുണ്ട് നമ്മുടെ എക്സ്പ്ലോറിൽ കേട്ടാ. എന്താ കറങ്ങണേ നീങ്ങാട്ട് എന്താ. അപ്പൊ മക്കളെ നമ്മുടെ ഇന്നത്തെ ക്യാമ്പിങ് അവസാനിക്കുകയാണ്. അപ്പൊ റെഡ് ടീം നല്ല അടിപൊളിയായിരുന്നു. ബ്ലൂ ടീം അടിപൊളി പിള്ളേരായിരുന്നു. ഞാൻ പറയിക്കേണ്ട അവസ്ഥയായിട്ടാ. ഞാൻ ക്യാമറ വെച്ച് പറയട്ടെ. എന്തായാലും ഇന്നത്തെ നമ്മളുടെ ക്യാമ്പിംഗ് പരിപാടികൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എടാ മക്കളെ നിങ്ങൾ ഹാപ്പി അല്ലേ? അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് ഉള്ളതുകൊണ്ട് ഓണം പോലെ ഞങ്ങൾക്ക് കിട്ടിയ സാധനമൊക്കെ വെച്ച് ഞങ്ങൾ അടിച്ച് പൊളിച്ചിട്ടാണ്. കാരണം തുളുമ്പണ ഞങ്ങൾ അട്ടുമ്പോ തുളുമ്പണ വെള്ളം. നോക്കിയേ എന്തോ പോയ അണ്ണാന്റെ പോലെ 3 എണ്ണം ഇരിക്കണത്. അപ്പൊ എന്തായാലും ഇത്ര ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മളുടെ ക്യാമ്പിംഗ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു ഫുൾ നൈറ്റ് ഓവർനൈറ്റ് നമ്മുടെ വെള്ളത്തിന്റെ നടുക്ക് ഐലൻഡിലുള്ള ക്യാമ്പിംഗ് വീഡിയോ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇതിന് നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ ഇന്നെല്ലാവരും ക്യാമറ. അപ്പോ M4Tech ടീമിനോടൊപ്പം ഇറ്റ്സ് മീ ജോ ജോസഫ് സൈനിങ് ഔട്ട്.